ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ആംഗ്രി സ്ക്രിപ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെഡിങ് വിഡ്രോതൽ റിസപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്രി സ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സെയിം ടോപ്പിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. പക്ഷെ അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു സിമ്പിൾ ആംഗ്രി സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, കുറച്ച് മോഡേൺ ആണ്. മോഡേൺ ആയിട്ട് ഇപ്പോഴത്തെ വെഡ്ഡിങ്സിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ആംഗ്രി സ്ക്രിപ്റ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ ബെട്രോത്തൽ റിസപ്ഷൻ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് ഞാൻ പറയുന്നത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരാണ് ഉദ്ദേശിക്കുന്നത്. Today marks an important milestone in the lives of A and B as they officially announce their engagement and begin their journey towards a lifetime of togetherness. Their journey towards this day has been filled with love, care, and support from their families and friends, and it is heartening to see so many of their loved ones here today or tonight to celebrate with them. I would like to invite the lovely couple A and B to the stage. Let's give them a big round of applause. On behalf of A and B, I would like to express our sincere gratitude to all of you for joining us here today or tonight. ഇനി പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റാണ്. അത് പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ കപ്പിളിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ അതൊരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷനാക്കി മാറ്റാം. കുറച്ചും കൂടെ ഫണി ആയിട്ടുള്ള സെക്ഷനാക്കി അത് മാറ്റാൻ കഴിയും. So before bringing the parents up on stage, you can ask a number of questions that make it interactive. At the end of this video, you will find some sample question that you can be used for different tasks throughout this function. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് കാണാം. As we all know, the union of two hearts is not just about the couple, but it's also about their families. And so at this moment, I would like to invite the parents of A and B to join us on stage to bless the couple and be a part of the special occasion. Let's give this family a big round of applause. And let's all pray for this couple's happiness and family's unity. You can interact with the parents by asking questions like, can you share the one quality that made you decide that this girl or boy is the right one for your family? What advice would you give to the newly betrothed couple as they embark on this journey of togetherness? How do you feel about your child getting betrothed today? ഇങ്ങനെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പാരൻസിനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാം ഈ ഒരു സെഷനിൽ. സിബ്ലിങ്സിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, ആംഗ്രി സ്ക്രിപ്റ്റ് ഫോർ വെഡിങ് റിസപ്ഷൻ എന്ന് പറയുന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ സെയിം സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഞാനിവിടെ ഒഴിവാക്കുന്നത് റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സ്റ്റെപ്പാണ് എക്സ്ചേഞ്ചിങ് ഓഫ് റിങ്സ്. മോതിരം കൈമാറുന്ന അല്ലെങ്കിൽ മോതിരം ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഞങ്ങളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ഒരു സ്ക്രിപ്റ്റാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. Now A and B are about to exchange rings, a symbol of their love. Let's put our hands together for this beautiful couple. A and B, are you ready to exchange rings and take the first step towards a lifetime of togetherness? Wait for their response. Great. The rings that they are about to exchange are not just pieces of jewelry, but they represent the love, respect, and trust that they share for each other. A and B, now you can exchange rings officially. I request A to place the ring on B's finger. You can say the phrase, with this ring, I'm yours forever. And now, B can place the ring on A's finger. You can say the phrase, with this ring, I'm yours forever. Thank you. അടുത്തതായിട്ട് ഇതുപോലെ കണ്ടുവരുന്ന ഒരു സ്റ്റെപ്പാണ് എക്സ്ചേഞ്ചിങ് ഓഫ് വോസ്. Now it's a time for A and B to share their wedding or betrothal vows. എന്നിട്ട് കപ്പിളിനോടായിട്ട് പറയാം, you can share some funny facts or high points about your relationship
and make some promises if you want. You can sing a song for her. It's just for letting your partner know why you love them and decided to unite in marriage. And what do you have to tell your wife or spouse to be or wife to be at this moment? Why he or she stole your heart? You don't need to share the entire things now. You can tell them later. After all, you have got a lifetime. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് കട്ടിങ് സെറമണിയാണ്. അതൊരു ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ വെഡിങ് ഓർ ബിട്രോത്തൽ റിസപ്ഷനിലുള്ള ഒരു ഭാഗം തന്നെയാണ് കേക്ക് കട്ടിങ് സെറമണി. I would like to invite the couple to perform a special time-honored tradition, the cake cutting ceremony. As they cut this cake together, they signify their commitment to each other and the start of a new chapter in their lives. And B, as you cut the cake, we wish for your love to grow sweeter and stronger with each passing day. May this ceremony be a symbol of the love and joy that you bring to each other's lives. Congratulations A and B on your betrothal and your beautiful cake cutting ceremony. We wish you a lifetime of love, happiness and sweet moments together. Let's give a round of applause to this happy couple. അടുത്ത സ്റ്റെപ്പ് ക്യാൻഡിൽ ലൈറ്റിംഗ് ആണ്. അതൊരു ട്രഡീഷണൽ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾക്കറിയാം ക്യാൻഡിൽ ലൈറ്റിങ്ങിന് 3 ക്യാൻഡിലാണ് ഉണ്ടാവുക. സെൻറ്ററിലൊരു ക്യാൻഡിൽ, അതുപോലെ 2 സൈഡിലായിട്ട് ഓരോ ക്യാൻഡിൽ. ഈ സെൻറ്റർ ക്യാൻഡിലിനെയാണ് നമ്മൾ യൂണിറ്റി ക്യാൻഡിൽ എന്ന് പറയുന്നത്. 2 സൈഡിലുമുള്ള പാരൻസ് കത്തിക്കുന്ന ക്യാൻഡിലിനെ നമ്മൾ ഫാമിലി ക്യാൻഡിൽ അല്ലെങ്കിൽ സൈഡ് ക്യാൻഡിൽസ് എന്നാണ് പറയാറ്. അപ്പോൾ യൂണിറ്റി ക്യാൻഡിൽ കത്തിക്കുന്നത് കപ്പിൾ ഒരുമിച്ചാണ് ചെയ്യാറ്. വെസ്റ്റേണേഴ്സ് യൂണിറ്റി ക്യാൻഡിൽ ലൈറ്റിങ് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെയല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഓരോ ക്യാൻഡിൽ കത്തിച്ച് പിടിച്ച് അവർ രണ്ടുപേരും അവരുടെ ക്യാൻഡിൽസ് കൊണ്ട് ആണ് യൂണിറ്റി ക്യാൻഡിൽ കത്തിക്കുന്നത്. അല്ലാതെ ഒരു ക്യാൻഡിൽ യൂസ് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് കത്തിക്കുകയല്ല. 2 പേർക്ക് ഇൻഡിവിജ്വൽ ക്യാൻഡിൽ ഉണ്ടാവും. ആ 2 ക്യാൻഡിലും കൂടെ ഒരുമിച്ച് യൂണിറ്റി ക്യാൻഡിൽ കത്തിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യാവുന്നതാണ്. ആ ചെറുക്കനും പെണ്ണും കത്തിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്, അതായത് അവർ കത്തിച്ച് അവരുടെ കയ്യിൽ പിടിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് അവരുടെ അൺമാരിഡ് സിംഗിൾ ലൈഫിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും അവരുടെ സിംഗിൾ ലൈഫ് യൂണിറ്റി ക്യാൻഡിൽ കത്തിക്കുന്നതോടുകൂടെ അത് എന്താ പറയുന്നത്, യുണൈറ്റഡ് ആയി എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റാണിത്. May I please invite A and B to come forward and light the unity candle. As A and B light the unity candle together, they symbolize the joining of 2 families, 2 lives and 2 souls. This candle represents your life together, led by your mutual love, commitment and respect. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, the flame of the unity candle represents your love, your commitment and your devotion to each other. May this flame burn bright forever and may your love continue to grow stronger with each passing day. Now I invite parents of A and B to come forward and light the side candles, that's also known as family candles. These side candles represent the couple's parents who have brought them up with love, care and blessings. As they light these candles, they signify their support and guidance for the couple in their new journey. The individual candles represent the couple's past lives and experiences which they will leave behind as they begin their new life together. And A and B, now you can blow out your individual candle that represent your unmarried single life. പാരൻസ് ഫാമിലി ക്യാൻഡിൽസ് കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണിനും അവരുടെ ക്യാൻഡിൽസ് അവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള ഇൻഡിവിജ്വലായിട്ട് അവർ യൂസ് ചെയ്ത ക്യാൻഡിൽ അവർക്ക് ഊതിക്കെടുത്താം. അത് ഉദ്ദേശിക്കുന്നത് അവരുടെ സിംഗിൾ ലൈഫിൻ്റെ എൻഡാണ്. ഇനി അങ്ങോട്ട് അവർ മാരീഡ് അല്ലെങ്കിൽ അവർ ഒരുമിച്ചുള്ളൊരു ലൈഫ് തുടങ്ങുകയാണ്. അപ്പോൾ അവർ സിംഗിൾ ലൈഫിനോട് വിട പറയുന്ന ഒരു ഭാഗമാണത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് വൈൻ ഷെയറിങ് സെറിമണിയാണ്. അത് ബെട്രോതലിന് ചിലപ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവാറുള്ളൂ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, വെഡിങ് റിസപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. Now I would like to invite each one of you to a special moment in A and B's wedding or betrothal reception, that is wine sharing ceremony. A and B, please come forward to share this special moment with us. A and B, please take a moment to toast each other and the life you will share together. A and B, as you receive this wine from your partner,
Please know that they are sharing with you all their joys, sorrows, successes, and failures. They are sharing with you their past, present, and future. May this wine symbolize the sweetness and depth of their relationship, and may their love continue to grow and flourish. Cheers! From this day forward, your joys will be each other's joys. Your sorrows will be each other's sorrows. And success, each other's success. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫീഷ്യലി ആ ഒരു ഫങ്ഷൻ അവിടെ കഴിയാണ്. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് പാരൻസിനോട് വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് പോയി താഴെ ഇരുന്നോളാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണിനും മാത്രമായിട്ടുള്ള കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് അതുപോലെയുള്ള ഗെയിംസൊക്കെ ഈ സമയം ചെയ്യാവുന്നതാണ്. അതിനുള്ള സജഷൻസാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം, താങ്ക് യു ഓൾ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ. ലെറ്റ്സ് കണ്ടിന്യൂ ടു സെലിബ്രേറ്റ് ആൻഡ് എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദി ഈവനിങ്. ഇനി വരുന്ന 3 സ്ലൈഡ് നിറയെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഫൺ ആക്ടിവിറ്റീസിൽ ഈ ചെറുക്കനോടും പെണ്ണിനോടും ചോദിക്കാൻ സാധിക്കുന്ന ചില സജഷൻസ് ആണ്, ചില ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങളുടെ ആക്ടിവിറ്റി അനുസരിച്ച്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഗെയിംസ് അനുസരിച്ച് ഇതിലെ ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ നമ്മുടെ ചാനലിൽ എന്തായാലും ഇടും. കാരണം അത് മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഏതൊക്കെ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആങ്കറിംഗ് സ്ക്രിപ്റ്റ് ആണോ വേണ്ടത് അതൊക്കെ കമൻറ്റ് ചെയ്യുക വിത്ത് സ്റ്റെപ്സ്. കാരണം ഞാൻ എല്ലാമായിട്ടും എനിക്ക് അത്ര പരിചയമില്ല, എല്ലാ സ്റ്റെപ്സും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളത് സ്റ്റെപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ അടുത്ത വീഡിയോയിൽ